വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റ നിയമസഭാ മണ്ഡലത്തിൽ 47 ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് BJP നേതൃത്വം. 9ഓളം പഞ്ചായത്തുകളുള്ള കണ്ണൂരിലെ ഇരിക്കൂർ മണ്ഡലത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് BJP എത്തിയത്. നമുക്കറിയാം, BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീയുടെ നാടുകൂടിയാണ് ഈ പ്രദേശം എന്നോർക്കണം. ഛത്തീസ്ഗഡിൽ പോയി അക്രമികൾക്കൊപ്പം നിന്ന BJP ആണ് ഇവിടെ വന്ന് ക്രൈസ്തവർക്കൊപ്പം നിൽക്കും എന്ന് പറയുന്നത്. ക്രൈസ്തവർക്ക് മാത്രമല്ല, മുസ്ലിങ്ങളെയും കൂടെ കൂട്ടാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ അങ്ങനെ BJP തയ്യാറായിരിക്കുന്നു. മതം നോക്കി BJP സ്ഥാനാർത്ഥി പട്ടികയിൽ സംവരണം നൽകാനാണ് തീരുമാനം. BJPക്ക് ഒന്നേ അറിയുള്ളൂ, അത് മതം നോക്കി മാത്രമാണ്. ക്രൈസ്തവ മതത്തിനെയാണ് ഉയർത്തിക്കാട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി മറ്റു 2 മതങ്ങളെയും കൂട്ടുപിടിക്കുന്നു. അത് അവരെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ തന്നെയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് BJP സർക്കുലറിൽ ഇപ്പോൾ പറയുന്നത്. സർവേ നടത്തിയാണ് മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ തന്നെ നിർണയിക്കുന്നത്. ഇത് സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ കീഴ്ഘടകങ്ങൾക്ക് അയച്ച സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന നേതൃത്വം ക്രിസ്ത്യൻ സഭകളുമായി അടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സർവേ നടത്തിയത് എന്ന് പറയുന്നു. പക്ഷേ ഒരു അടുക്കുന്ന പശ്ചാത്തലവും ഇല്ല എന്നുള്ളതാണ് മതമേലാധ്യക്ഷന്മാരുടെ അടുത്തങ്ങൾ പറയുന്നത്. കാരണം BJP തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഒപ്പം കൂടുകയും അല്ലാത്ത സമയത്ത് മതന്യൂനപക്ഷങ്ങളെയെല്ലാം തകർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ നിന്ന് പോയ കന്യാസ്ത്രീകൾ വരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആക്രമിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ BJP ഭരിക്കുന്ന മണിപ്പൂരിൽ മതാടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ കൊലപാതകങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ മാത്രം കണ്ണിൽ പൊടിയിടാനുള്ളൊരു പണിയായി മാത്രമേ മതന്യൂനപക്ഷങ്ങൾ കാണുന്നുള്ളൂ. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോൺ ജോർജിൻ്റെ നേതൃത്വത്തിലാണ് ഒരു സർവേ നടത്തിയത് എന്നാണ് പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ കൃത്യമായ അനുപാതത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കണം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിനുള്ള നിർദ്ദേശം നൽകിയത്. ഒരു ഷോൺ ജോർജ്, അതായത് PC ജോർജിൻ്റെ മകൻ പോകുമ്പോഴേക്കും മനസ്സു മാറുന്നവരായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മാറി എന്നുള്ളത് അവരുടെ വെറും മിഥ്യാധാരണ മാത്രമെന്ന് മറ്റുള്ളവർ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കേണ്ടതിൻ്റെ ആവശ്യകത BJP സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയ സർവേയിൽ ക്രിസ്ത്യാനികളെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് നന്നായിരിക്കുമെന്നും അവർ പറയുന്നു. കണ്ണൂരിലെ മലയോര മേഖലയിൽ 9 പഞ്ചായത്തുകളാണ് ഇപ്പോൾ പുറത്തു വന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 47 വാർഡുകളിൽ ക്രിസ്ത്യാനികളെ സ്ഥാനാർത്ഥികളാക്കണമെന്നാണ് BJPയുടെ തീരുമാനം. സ്ഥാനാർത്ഥികളായി എല്ലാ മേഖലയിലും എല്ലാ മതവിഭാഗങ്ങളെയും സമുദായങ്ങളെയും ഉൾപ്പെടുത്തണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ് ഈ വിഷയത്തിൽ ഷോൺ ജോർജ് പറയുന്നത്. ഇപ്പോഴെങ്കിലും ഹൈന്ദവർക്ക് പുറമേയുള്ള മറ്റു മതങ്ങളെ അംഗീകരിച്ചതിൽ ഏതായാലും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് പറയുന്നു. നമുക്കറിയാം, ഇത്രയും കാലം ഒരു ഹൈന്ദവ രാജ്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ അരമനയിലും കയറി വോട്ടഭ്യർത്ഥിക്കുക മാത്രമല്ല സ്ഥാനാർത്ഥികളാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരുപക്ഷെ മതേതര രാജ്യത്തിന് നല്ല സൂചനയാണ് നൽകുന്നതെങ്കിലും BJPയുടെ കപടനാടകം കാണാതിരിക്കാൻ കഴിയില്ല.